നക്ഷത്ര മണ്ഡലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നക്ഷത്രമണ്ഡലം പരിപാടിയിൽ വിഷു ചിങ്ങമാസം 1-ാം തീയതി മുതൽ 2024 ആഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ ചിങ്ങമാസം 1-ാം തീയതി മുതൽ 2025 ചിങ്ങമാസം വരയ്ക്കുമുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചുകൊണ്ടും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമായി നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പൊതുവേ പ്രധാനമായ ഗ്രഹങ്ങൾ, അതായത് ശനി, വ്യാഴം, അതുപോലെ തന്നെ രാഹു, കേതു, ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഒരു പരിധിവരെ ഒരു ചില നക്ഷത്രക്കാർക്ക് ദുരിതങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ വിഷമങ്ങൾ വരും. അങ്ങനെയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ശനി 2.5 വർഷക്കാലമായതുകൊണ്ട് ഇതിൽ ഉൾപ്പെടില്ല. എങ്കിലും ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരങ്ങളും വക്രം മാറുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ വ്യാഴപ്പകർച്ച, ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടവൻ രാശിയിലാണ്. എന്നാൽ മെയ് മാസത്തോടുകൂടെ രാശി മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ രാഹു ഇപ്പോൾ മീനം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനും ഒരു രാശി മാറ്റങ്ങളുണ്ട്, കേതു മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ രാഹു കേതുക്കളൊക്കെ ചില ദോഷങ്ങളൊക്കെ വരുത്തും. അതുപോലെ തന്നെ വ്യാഴം ഒരു ചില ദോഷങ്ങൾ, തടസ്സങ്ങളൊക്കെ വരുത്തും. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ശനിയും വ്യാഴവും അതുപോലെ തന്നെ രാഹു, കേതു, പിന്നീട് മാറുന്ന ഗ്രഹങ്ങളായിട്ട് പറയുന്നത് ചൊവ്വ. ഇത് വർഷത്തിലല്ല, മാസങ്ങളിലാണ്. അതുപോലെ തന്നെ ശുക്ര, ബുധന്മാർ, അതുപോലെ തന്നെ ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഈ ചരരാശി പ്രകാരം പറയുന്ന ഈ ഭാവചിന്തയിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും അവരുടെ സ്ഥാനങ്ങളും അതിൽ ദൃഷ്ടികൾ വരുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ബാധകളും, ഈ ഗ്രഹങ്ങൾ പരസ്പരം ശത്രുസ്ഥാനത്താവുമ്പോൾ ആ ശത്രുവിൻ്റെ ദൃഷ്ടികൾ വരുന്നതും ഒക്കെ നമുക്ക് ചെറിയ ചില അരോചകത്വങ്ങൾ വരും എന്നുള്ളതാണ് അതിൽ കാണേണ്ടത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടായിട്ടുണ്ട്. അതെല്ലാം സർവീശ്വരൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുഴുവൻ കാര്യങ്ങളും ഒരുപാട് വിശകലനം ചെയ്ത് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചില കാര്യങ്ങൾ സത്യമായി സംഭവിച്ചിട്ടുണ്ട്. അത് ഇനിയും സംഭവിക്കാതിരിക്കട്ടെ. അതൊന്നാണ് പുതുവർഷ ഫലങ്ങളിൽ ആദ്യത്തെ ഒരു 2 വാക്ക്, ഭൂമിക്ക് ഒരു ചില ദോഷങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ചില കഷ്ടങ്ങളും വരും എന്നുള്ളത് അത് നമ്മളിപ്പോൾ ദൃഷ്ടിയിൽ അറിഞ്ഞതാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ദോഷങ്ങളൊന്നും വരാതെ കണ്ട് നല്ലതാവട്ടെ, എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്നുള്ള പ്രാർത്ഥന പുരസരം ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ മേടം രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക ഇങ്ങനെ വരുന്ന 2.25 ഭാഗമാണ്, അതായത് കാർത്തിക കാൽഭാഗം ചേർന്ന് വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലെല്ലാം ഒരുപാട് നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് സമാധാനങ്ങളും കിട്ടുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു ഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വിശകലനം ചെയ്തുകൊണ്ട് പറയാനൊരു സമയങ്ങളില്ലാത്തതുകൊണ്ട് മറ്റു ചില ഗ്രഹങ്ങളെക്കുറിച്ച് കൊണ്ട് പറയുമ്പോൾ ചില തടസ്സങ്ങൾ, അതായത് ഗ്രഹത്തിൽ മനസമാധാനം കുറയുന്നതും തൊഴിൽ സ്ഥലത്ത് മനോവീതികളും വരുന്ന അവസരങ്ങളും അതുപോലെ തന്നെ കൂടെ വരുന്ന ചെറിയ ചില ശത്രുദോഷങ്ങളൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ അറിയാതെ വരുന്ന ചില ധന ചെലവുകളും സംഭവിക്കാം. ഇങ്ങനെ വരുമ്പോൾ പൊതുവേ ഇത് ഏകദേശം മെയ് മാസം വരയ്ക്കും സംഭവിക്കണം എന്നാണ് പറയുക. അപ്പോൾ മെയ്ക്ക് ശേഷം ഗ്രഹങ്ങൾക്കൊരു മാറ്റമുണ്ട്, അതായത് വ്യാഴത്തിൻ്റെ ഒരു മാറ്റമുണ്ട്. അത് ഇടവൻ രാശിയിൽ നിന്ന് മിഥുന രാശിയിൽ സംഭവിക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 3-ലേക്കാണ് പോകുക. അപ്പോൾ ചില നേട്ടങ്ങളുണ്ട് താനും. എന്നാൽ 2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് നേട്ടങ്ങളില്ല എന്നല്ല പറയുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളെ കൂടി അനുകൂലിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാം എന്നാണ് പറയുക. അത് പ്രധാനമായിട്ടും ഇങ്ങനെ വരുമ്പോൾ പൊതുവേ ഈ മേടം രാശിക്കാരെ കുറിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ അലസത മനോഭാവങ്ങളും ചില സങ്കടങ്ങളും വരും. അതുപോലെ തന്നെ ഒരു ചില സമയങ്ങളിൽ, അതായത് മറ്റു ചില സമയങ്ങളിൽ വളരെ സന്തോഷവും സമാധാനവും കിട്ടുന്ന അവസരങ്ങൾ വരും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഗൗരവമായ ദേഹദോഷങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്ന ചില അവസരങ്ങൾ കൂടി വരും. എന്നാൽ ചില ദോഷങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് കഠിനമല്ലെങ്കിലും ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളും തടസ്സങ്ങളും ഒക്കെ സംഭവിക്കാവുന്ന സ്ഥിതിയിലും ഉണ്ട് എന്ന് പറയാം.
അത് ഇതിന് ഒരു പരിഹാരാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും പലരും പറയേണ്ടതായിട്ടുണ്ട്. ഒരു പരിഹാരങ്ങൾ കൂടി പറഞ്ഞുകൂടിയെന്ന്. അതുകൊണ്ട് തന്നെ പറയുന്നത്, ഇവരുടെ നാഥൻ, അതായത് മേടൻ രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ചൊവ്വ ആയതുകൊണ്ട് തന്നെ ഇത് ചൊവ്വയ്ക്കാവട്ടെ പ്രധാന വഴിപാട്. ഇത് തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇവിടെ ഈ സർവ്വ തടസ്സദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കിട്ടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ശനി എന്ന ഗ്രഹത്തിന് ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട്, അതുപോലെ തന്നെ അലങ്കാരത്തിനായിട്ട് കൂവളമാല, അതുപോലെ തന്നെ ദേഹദോഷങ്ങൾക്കും ആയുർദോഷങ്ങൾക്കുമായിക്കൊണ്ട് കെടാവിളക്ക് വഴിപാട് കഴിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിധിവരെ സമാധാനത്തോടെ പോകാം. ഇവിടെ 2 പേർക്ക് പ്രസാദങ്ങളായിട്ടുണ്ട്, ശനിക്കും ചൊവ്വയ്ക്കും. പിന്നീട് ഇവിടെ 2-ൽ വരുന്ന വ്യാഴം പൊതുവേ കഠിനദോഷങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ഗ്രഹങ്ങളെ അനുകൂലിച്ചുകൊണ്ട് വരുമ്പോൾ 12-ലാണ് ഇപ്പോൾ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രഹങ്ങളുടെ എല്ലാ ദോഷങ്ങൾക്കും ഈ 2 ഗ്രഹങ്ങൾക്ക് ഈ വഴിപാട് കർമ്മം കൊണ്ട് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഒരാണ്ട് വരത്തിൻ്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നത്. ഇതിൽ 2025 മെയ് മാസത്തിന് ശേഷം ശനി വക്രം മാറുന്ന സ്ഥിതിയിൽ വരുമ്പോഴും ചെറിയൊരു മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് പറയുന്ന നക്ഷത്രമണ്ഡലം പരിപാടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും നല്ലതാവും. ഈ പറയുന്ന ഭാവങ്ങളൊക്കെ ചരരാശി കൊണ്ടാണെന്നുള്ളത് പ്രത്യേകം ഞാൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നടപ്പ് ദശാകാലങ്ങളും അതുപോലെ തന്നെ തത്സമയ കാര്യങ്ങളൊക്കെ പ്രശ്നവിധിയിലോ അല്ലെങ്കിൽ ജാതക പരിശോധനയിലോ കൂടി കണ്ടുകൊണ്ട് അതിനെ പരിഹാരം ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇടവൻ രാശിയിൽ കാർത്തിക മുക്കാഭാഗം, രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് ഏറിയ പങ്കും നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു പരിധിവരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ജന്മവ്യാഴം കൊണ്ട് ചില തടസ്സങ്ങളും സങ്കടങ്ങളൊക്കെ വന്നതിന് മറ്റുള്ള ഗ്രഹങ്ങളുടെ കൂടി സഞ്ചാരങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ ഇതിനൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടവൻ രാശിയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് ഏറ്റവും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില സമയങ്ങൾ തന്നെയാണ് കാണുന്നത്. മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെയാണ്. എന്നാൽ ശനിയെക്കൊണ്ട് ചില തടസ്സദോഷങ്ങളും അതുപോലെ തന്നെ കർമ്മബന്ധനങ്ങളും ഒക്കെ ഉണ്ടാവാമെന്ന് പറയാം. ഇവരുടെ 12ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വയുടെ സഞ്ചാരഭാവങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കുടുംബത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായൊരു സമാധാനം കിട്ടാത്തതും തൊഴിൽ സംബന്ധിച്ച് ചെറിയ ചില തർക്കങ്ങളും തടസ്സങ്ങളും സംഭവിക്കാവുന്ന സ്ഥിതിയിലും തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കും. കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ മനസമാധാനത്തിനായിക്കൊണ്ട് ധാരയും അതുപോലെ തന്നെ കൂവളമാലയും കെടാവിളക്കും സമർപ്പിച്ച് ദേഹപുഷ്പാഞ്ജലി, അതായത് ദേഹപുഷ്പാഞ്ജലി കൂടി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ആയാലും ദോഷങ്ങളില്ല, കഴിക്കുമ്പോൾ നിശ്ചയമായും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിൽ രോഹിണി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ 2.25 ഭാഗം വരുന്ന ഇടവൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് ഒരു മാറ്റങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥിതിയിൽ എത്തിപ്പെടാനുമൊക്കെയുള്ള ഒരു സമയം കൂടിയാണ് ഈ പുതുവർഷം എന്നുള്ളത് കൂടി സൂചിപ്പിക്കാം. അപ്പോൾ മലയാള മാസത്തിൻ്റെ പുതുവർഷം ഈ നക്ഷത്രക്കാരെ അല്ലെങ്കിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് ചെറിയ ചില നേട്ടങ്ങളാണ്. ഉദ്ദേശ കാര്യങ്ങൾ സംഭവിക്കുന്നതും അതുപോലെ തന്നെ തർക്കത്തിൽ കിടന്ന കാര്യങ്ങൾ നടപ്പിലാവുന്നതും കേസ് വഴക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു തീർപ്പ് കൽപ്പിക്കാവുന്ന സ്ഥിതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മിഥുനം രാശിയിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർദത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ആണ്ടുഫലങ്ങളിൽ പറയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു പരിധിവരെ സമാധാനങ്ങളാണെങ്കിലും എന്നാൽ
തൊഴിൽ സ്ഥലത്ത് സംബന്ധിച്ച് ചില മനോവിഷമങ്ങളും, അതുപോലെ തന്നെ നേതൃത്വ ഭാവങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അതിൽ വരുന്ന ശത്രുഭാവങ്ങളും, അതുപോലെ തന്നെ മറ്റൊരു തൊഴിൽ തേടുന്ന അവസരങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ കുടുംബ സമാധാനങ്ങൾ കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് തന്നെയാണ് കണ്ടത്. ഇവർക്കും ഇനി വ്യാഴത്തിൻ്റെ മാറ്റങ്ങളുണ്ട്. വ്യാഴം തത്സമയം വലിയ ദോഷങ്ങളില്ലാതെ പോകുന്നുണ്ട്. എന്നാൽ വരും കാലങ്ങളിൽ വ്യാഴത്തിൻ്റെ ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ശനി, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ അത് സമാധാനം കുറയുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ ഉദ്ദേശ പോലെ കാര്യങ്ങൾ എത്തിപ്പെടാത്ത അവസരങ്ങളും, അതുകൊണ്ട് വരുന്ന മനോവിഷമങ്ങളും, വേണ്ട സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ട മര്യാദകൾ അല്ലെങ്കിൽ അനുകൂലങ്ങളാവുന്ന സ്ഥിതിയിൽ ഇല്ലാതെ കണ്ട് വഞ്ചനാപരമായ നീക്കങ്ങൾ കൊണ്ട് ചില തടസ്സങ്ങളും, അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് ചെറിയ ചില അശ്രദ്ധ മൂലം അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് പുതുവർഷങ്ങളെക്കുറിച്ച് കാണേണ്ടത്. ഇതിൽ പല ദശാകാലങ്ങളിൽ സഞ്ചരിക്കുന്നവരും ഉണ്ടാവാം. അതുകൊണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഒരേപോലെ ഉണ്ടായിക്കോളുന്നില്ല. അതായത് 6 വയസ്സുകാരനും ഉണ്ടാവാം, 20 വയസ്സുകാരനും 36 ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവർക്കൊക്കെ ദശാകാല ചിന്തകളെ കൂടി വിലയിരുത്തണം. അത് ജാതക പരിശോധനയും തത്സമയ രാശി പരിശോധനകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷത്തുനിന്ന് നിശ്ചയമായും നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുകൊണ്ട് ക്ഷേത്ര വഴിപാടോടുകൂടെ മുന്നോട്ട് പോവുക. ശത്രുദോഷത്തിൻ്റെ വഴിപാടോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ലത് തന്നെയാണ് സംഭവിക്കേണ്ടത്. ഈ മിഥുനം രാശിയുടെ അധിപനായി വരുന്നത് ബുധനാണ്. അപ്പോൾ ഈ 2 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ബുധനെ കൊണ്ട് വരുന്ന ദോഷങ്ങൾ, ഇത് വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഇതര ഭാവത്തിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ, അതായത് നരസിംഹഭാവം പോലുള്ള ക്ഷേത്രങ്ങളിൽ ശത്രുദോഷത്തിനായിട്ട് പാനകം വഴിപാടും, അതുപോലെ തന്നെ പാൽപ്പായസ വഴിപാടും, അതുപോലെ തന്നെ നെയ്യ് വിളക്കും സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സർവത്ര സങ്കടദോഷത്തു നിന്നും അല്ലെങ്കിൽ ചില നീരസങ്ങൾ ഭവന സംബന്ധിച്ചിട്ടും, അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധം മൂലം വരുന്ന ദുരിതത്തിനൊക്കെ ഒരു പരിധിവരെ ശത്രുദോഷത്തിനും ഈ വഴിപാട് ശരിയായി സംഭവിക്കേണ്ടതാണ്. ഈ പാനകം വഴിപാട് എല്ലാ ദിവസങ്ങളിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങൾ 30 വ്യാഴം, വ്യാഴാഴ്ച തുടങ്ങിയ ദിവസങ്ങളിലാണ് കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവം കഴിച്ചുകൊണ്ടും ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ നല്ലത് തന്നെയാണ് സംഭവിക്കുക. മാത്രമല്ല വരും കാലങ്ങളിൽ ഒരു ഗ്രഹങ്ങൾ തടസ്സപ്പെട്ടിരുന്നാലും മറ്റ് ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇവർ പുതിയൊരു തൊഴിൽ സ്ഥലം കണ്ടെത്തുകയോ അല്ലെങ്കിൽ കൂട്ടായ ഒരു തൊഴിൽ സംവിധാനത്തിൽ ഏർപ്പെടുകയോ ചെയ്യാവുന്ന ഒരു അവസരങ്ങളുണ്ട്. ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വളരെ ദോഷങ്ങളില്ലാതെ വിജയിക്കേണ്ട ഒരു അവസരങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ജോലിക്കാരാണെങ്കിലും അത് തർക്കങ്ങളില്ലാതെ കണ്ട് ചില മാറ്റങ്ങളും സമാധാനങ്ങളും കിട്ടാനായിക്കൊണ്ടും നല്ല വഴികൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരവസരങ്ങൾ കൂടിയുണ്ട്. പൊതുവേ ശാന്തരാണെങ്കിലും കോപിഷ്ഠമാവുന്ന സ്വഭാവങ്ങൾ ഇവർക്ക് അറിയാതെ ചില ദുരിതങ്ങളിൽ എത്തിപ്പെടാനുള്ള ഒരു കാരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടതും. അതുകൊണ്ട് തന്നെ ഇവർ ആത്മസംയമനത്തോടുകൂടെ ദൃഢപ്രാർത്ഥനയോടുകൂടെ ക്ഷേത്ര വഴിപാടുകൾ ശ്രദ്ധാപൂർവം നിറവേറ്റുകയും, അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു ശത്രുസ്ഥാനത്തായി വരേണ്ടത് ഒരു ഗ്രഹം ശുക്രനാണ്. അത് സഞ്ചാരയോഗ്യമാവുന്ന സമയങ്ങളിലെ ചില മനോവിഷമങ്ങളും അല്ലെങ്കിൽ ദുഷിച്ച പേരുകൾ കേൾക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിനും ഒരു പരിഹാരങ്ങളായിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിലും അതുപോലെ തന്നെ വെറ്റിലമാലയും നെയ്വിളക്കും സമർപ്പിക്കുമ്പോൾ ഈ ദോഷത്തു നിന്ന് മുക്തി നേടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർക്കിടകക്കൂറ് അല്ലെങ്കിൽ കർക്കിടക രാശി. കർക്കിടക രാശിയിലെ പുണർദത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം, ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാർ. ഈ കർക്കിടക രാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ മാറി മാറി വരുന്ന മനോവിഷമങ്ങളിൽ നിന്നും ഒരു മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ കുടുംബ സമാധാനങ്ങൾ കൂടി വരുന്ന അവസരങ്ങളും, വേണ്ടപ്പെട്ടവരിൽ നിന്ന് പ്രത്യേകിച്ച് മക്കളിൽ നിന്ന് അനുകൂലമാകുന്ന ഒരു സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങളും, തൊഴിൽ അല്ലെങ്കിൽ ധനം വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥിതിയും, സ്വന്തമായി ഭവനത്തിലോ അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിലെ സമാധാനപൂർവ്വം കഴിയാവുന്ന ഒരവസരങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് കർക്കിടക രാശിക്കാരിലെ വരുന്ന 2 ഭാഗം, പുണർദത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം, ഇവരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ തരത്തിൽ പോകുമ്പോഴും
അറിയാതെ ചില മനോവിഷമങ്ങൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് തർക്കങ്ങളോ വിഷയങ്ങളോ ഒക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നതും, അതുപോലെ തന്നെ അയൽവക്കത്ത് നിന്ന് വരുന്ന ശത്രുദോഷങ്ങളെ നേരിടാൻ കഴിയുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ ചില മനസമാധാനം കുറയുന്ന പ്രവൃത്തികളിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങളും, കർമ്മം കൊണ്ട് ചില വിപരീത വശങ്ങളൊക്കെ വരുന്ന അവസരങ്ങളൊക്കെ സംഭവിക്കാം. അതിനും പരിഹാരങ്ങളായി കണ്ടുകൊണ്ടും, അതുപോലെ തന്നെ തീർച്ചയായിട്ടും പരിശോധനകൾ കർക്കശമായിക്കൊണ്ട് ദശാകാലങ്ങളുടെ ദോഷങ്ങൾക്കും അതുപോലെ തന്നെ തത്സമയ പ്രശ്നദോഷങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തത്സമയം ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ നാഗക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രത്തിലൊക്കെ കൂട്ടായിട്ടാണ് പറയുന്നത്. നാഗപൂജ, അതുപോലെ തന്നെ കഴിയും വഴിപാട് നാഗക്ഷേത്രങ്ങൾ സമർപ്പിക്കുകയും, അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവാധിപനായി വരുന്നത് ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. ഈ സൂര്യൻ എന്നുള്ളതിന് ഒരു ഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ശിവക്ഷേത്രം അതിന് യോഗ്യമാണ്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാര കഴിക്കുക, അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിട്ട്, അതുപോലെ തന്നെ കടാവിളക്ക്. തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 3 വഴിപാട് ശിവനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വഴിപാട് കൂടി കഴിക്കുമ്പോൾ നല്ലത് തന്നെ സംഭവിച്ചുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കർക്കിടക രാശിക്കാർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ദുരിതദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അതെങ്കിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും വിശ്വസിച്ച പോലെ ഒരു അനുകൂല അവസരങ്ങൾ വരാത്ത സ്ഥിതിയും ഒക്കെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നതും, കൂട്ടായ തൊഴിൽ സംരംഭങ്ങളിൽ കൂട്ട് നിൽക്കുന്ന വ്യക്തിയെ കുറിച്ചുകൊണ്ട് നല്ല ബോധവാനാവുന്നതും ഒക്കെ ഇവരെക്കുറിച്ച് നല്ലത് തന്നെയാണ് എത്തിപ്പെടേണ്ടത്. അത് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽഭാഗം. ഈ രാശിക്കാർക്ക് പുതുവർഷങ്ങൾ ഒരു പരിധിവരെ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാം. രാഷ്ട്രീയക്കാരാണെങ്കിലൊക്കെ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാം. അതേപോലെ ശത്രുക്കളും ഉണ്ടാകും. എന്നാൽ ഉദ്ദേശകാര്യങ്ങൾ വിജയം പ്രാപിക്കാം. പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താം. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പുതിയ തൊഴിൽ നിശ്ചയമായും പ്രമോഷനോടുകൂടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ഈ വർഷത്തിൻ്റെ അർദ്ധഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള വർഷമാണല്ലോ പറയുക, അപ്പോൾ അതിൻ്റെ അർദ്ധഭാഗങ്ങളിൽ വരുന്ന ദോഷങ്ങൾ കഠിനമാണ് എന്നുള്ളത് എടുത്തു പറയണം. അപ്പോൾ അത് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുകയും അതിൽ വരുന്ന ദോഷങ്ങളെ മാറ്റി നിർത്താൻ കഴിയുന്ന സ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് വരുന്ന എല്ലാ ശത്രുദോഷങ്ങൾക്കും മറികടക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഇവരുടെ വാക്കാണ് ഒരു ശത്രുദോഷത്തിൻ്റെ കാരണങ്ങളായി വരേണ്ടത്. അതായത് മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽഭാഗം. ഇതിലെ കൂറടിസ്ഥാനത്തിൽ പറയുമ്പോഴും ആദ്യത്തെ 2 നക്ഷത്രങ്ങൾ അതായത് മകം, പൂരം എന്നുള്ളത് വാക്കുകൾ ഉരുവിടുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം പറയുകയും അതുകൊണ്ടൊരു ശത്രുദോഷങ്ങൾ വരാതെ കണ്ട് നോക്കേണ്ടതും ഇവരുടെ കർത്തവ്യമാണ് എന്ന് എടുത്തു പറയണം. അതുപോലെ തന്നെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക. മുൻചുണ്ടി അല്ലെങ്കിൽ മുൻദേഷ്യം ഇല്ലാത്തൊരു സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ ആത്മസംയമനത്തോടുകൂടെ പോകുന്നതും ഈശ്വര പ്രാർത്ഥനയോടെ പോകുന്നതും ഇവരെ സംബന്ധിച്ച് നല്ലതായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വരുമ്പോഴും ഇവരെ സംബന്ധിച്ച് പുതിയ ചില ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ, കൂട്ടായിട്ടല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും ഇതെല്ലാം നോക്കി നടത്താൻ ഒറ്റയ്ക്ക് കഴിയാത്ത സ്ഥിതിയിൽ മറ്റൊരാളെ നിർത്തുമ്പോഴും ശ്രദ്ധാപൂർവ്വം നോക്കുന്ന സ്ഥിതിയും ഒക്കെ വേണം. അതുപോലെ തന്നെ സ്വയം ചെയ്യുന്ന തൊഴിൽ കൊണ്ട് അല്ലെങ്കിൽ വ്യാപാരം കൊണ്ട് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് ധനനഷ്ടങ്ങളില്ലാതെ കണ്ട് സൂക്ഷിക്കേണ്ടതും ഇവരുടെ കർത്തവ്യമാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇത് ഉദ്ദേശിച്ച പോലെ ഒരു സ്ഥാനമാറ്റങ്ങളും സൽപ്രവർത്തികളും ചെയ്യുന്ന നല്ല പേരുകൾ കിട്ടുമ്പോഴും കളങ്ക പേരുകൾ വരുത്താനായിക്കൊണ്ട് കീഴ് ജീവനക്കാരിൽ നിന്നൊക്കെ സംഭവിക്കുന്ന സ്ഥിതികളുണ്ട്. ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം മാറിക്കൊണ്ട് ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടാനും നല്ല പേരും പ്രശസ്തിയോടുകൂടെ മുന്നോട്ട് പോകാനും തൊഴിലവസരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വ്യാപാരങ്ങളാണെങ്കിലും ഒക്കെ എത്തിപ്പെടാനുള്ള ഒരു സ്ഥിതിയാണ് പുതുവർഷത്തെ നിങ്ങൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദേഹദോഷങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെ കണ്ടത്. ഇതിൽ ഏറ്റവും സംബന്ധമായി വരേണ്ടത് നീർദോഷങ്ങളായിരിക്കും. അതുപോലെ തന്നെ പാദദോഷങ്ങൾ, നീർദോഷങ്ങൾ ഒക്കെ വരാം. അതുപോലെ തന്നെ എതിർ ലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് മാനഹാനികളോ തർക്കങ്ങളോ ഒക്കെ വരാം. ഇതിനായിക്കൊണ്ട് ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ കൂറുകാർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സൂര്യൻ എന്ന ഗ്രഹത്തിന് ക്ഷേത്രങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അത് ശിവക്ഷേത്രം തന്നെ അനുയോജ്യമായി കാണും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് അത് ദേവീ സാന്നിധ്യത്തോടു കൂടെ വരുന്നതാണ് ഓങ്കാര ശബ്ദത്തോടെ, അതായത് ശംഖുധാര അത്
ആവർത്തിച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും കഴിക്കാം. ശംഖുധാര കഴിക്കുന്നത് സമാധാനം കിട്ടുന്ന അവസരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ജലം കൊണ്ട് വരുന്ന ദോഷങ്ങൾക്ക്, നീർദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരങ്ങളാണ് ശംഖുധാര. അതുപോലെ തന്നെ കെടാവിളക്ക് ആയുർദോഷത്തിന്, അല്ലെങ്കിൽ പിൻവിളക്കും കഴിക്കാം. അതുപോലെ തന്നെ ദേവന് നിവേദ്യം കൂളമാല സമർപ്പിച്ച് ഇവിടെയും ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ജന്മനാളിലൊക്കെ എല്ലാ മാസത്തിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇവരുടെ എതിർശക്തി എന്നുള്ളത് പരാജയപ്പെടുത്താനായിക്കൊണ്ട് ദുർഗ പോലുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലെ ദേഹപുഷ്പാഞ്ജലിയും വിളക്കും മാലയും വഴിപാട് കഴിച്ചുകൊണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കന്നിരാശി. കന്നിരാശിയിലെ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നേതൃത്വ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ കൂട്ടായി ചെയ്യാനുള്ള ബിസിനസ് കൊണ്ട് വിജയങ്ങളുണ്ടാകുന്ന സ്ഥിതിയും, അതുപോലെ തന്നെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന സ്ഥിതികളൊക്കെ തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ തൊഴിലാണെങ്കിലും അതുകൊണ്ട് വിജയങ്ങളൊക്കെ എത്തിപ്പെടുമ്പോഴും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വളരെ ദുരിതങ്ങളോ ദോഷങ്ങളോ ആപത്തുകളോ വരാതെ കണ്ട് ശ്രദ്ധിക്കണമെന്നാണ് എടുത്തു പറയേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇവർ പറയുന്ന വാക്കുകൾ, യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് വിശ്വാസം ഉണ്ടെങ്കിലും തുറന്നു പറയാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ഉപതൊഴിൽ കൂടി ചെയ്യുന്ന തൊഴിൽ കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പുതുവർഷത്തെ കാത്തിരിക്കുന്നത്. ഇത് ഇവരുടെയും ജാതക ഫലങ്ങളും ജാതക ചിന്തകളൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് പേശി സംബന്ധിച്ച അസുഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളൊക്കെ വരാം. അത് മാറി മാറി വരുന്ന അവസരങ്ങളിൽ ഇതിനോട് അനുയോജിച്ച് കൊണ്ടുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഈ അസുഖത്തിന് വഴിപാട് കഴിച്ചുകൊണ്ട് മാറ്റം കിട്ടുമെന്ന് ചോദിച്ച അങ്ങനെ ഒരു കമാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടാലും തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ് ഭവിക്കുന്നത്. അപ്പോൾ അതിനെന്ത് വഴിപാട് എന്നാണ്. അപ്പോൾ നീരെ സംബന്ധിച്ച് വരുന്ന ദോഷങ്ങൾക്കും അതുപോലെ തന്നെ തർക്കദോഷത്തിനൊക്കെ ഇതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ്. ഹനുമാൻ സ്വാമിക്ക് വിജയം വരിക്കാൻ കഴിയുന്നതും, അതുപോലെ തന്നെ മരുത്തമല, അതായത് മരുന്നുള്ള മല കയ്യിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ദോഷങ്ങളും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം കിട്ടിയ വരങ്ങളുമൊക്കെ ഇതിന് പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലെ കുഴച്ചാവിൽ അതുപോലെ തന്നെ നിവേദ്യമായിക്കൊണ്ട് അതുപോലെ തന്നെ നെയ്യ് വിളക്ക് കഴിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെ കഴിച്ച് ഈ ക്ഷേത്രത്തിൽ ദേഹപുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് ഒരു മാറ്റങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ഗുരുതി പൂജയൊക്കെ കഴിക്കുന്നതും ഒരു പരിധിവരെ നല്ലതാണ്. അതുപോലെ തന്നെ മുട്ടുകളും തീർക്കുന്നതും നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇവരെ കാത്തിരിക്കുന്ന പുതുവർഷവും ഒരുപാട് ദോഷങ്ങളില്ലാതെ സമ്മിശ്രമായി മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തുലാക്കൂറിൽ ചിത്രയുടെ അരഭാഗം ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്നത് ഒരു പുതിയ വർഷം തന്നെയാണ്. അതായത് പുതിയ സമാധാനം കിട്ടുന്ന വർഷം. ഇവരെ സംബന്ധിച്ച് ശത്രുതയിൽ വന്ന ആളുകാരൊക്കെ മിത്രങ്ങളാവുന്ന അവസ്ഥയും, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് തിരിച്ചു കിട്ടുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ ദേശം മാറിക്കൊണ്ട് ചില ജോലികൾ ചെയ്തുകൊണ്ട് വിജയിക്കുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരുപാട് നേട്ടങ്ങളിലും ഉയരങ്ങളിലും എത്തിപ്പെടുന്ന അവസരങ്ങളും ഒക്കെ തന്നെയാണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോഴും അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾ ചെയ്യുന്നതാണെങ്കിൽ വ്യാപാര അഭിവൃദ്ധി കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന അവസരങ്ങളും തന്നെയാണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോഴും കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ ശത്രുതാ ഭാവങ്ങളും അതുകൊണ്ട് വരുന്ന ദോഷങ്ങളും, അതുപോലെ തന്നെ വാഹനയാത്രകളൊക്കെ ചെറിയ ചില അപകട സൂചനകൾ വരുത്തുന്നതുമൊക്കെ എടുത്തു പറയേണ്ട ചില സ്ഥിതികളാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം വാഹനം നിയന്ത്രിക്കുന്നതും വാഹനയാത്രകൾ ചെയ്യുന്നതും വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് തർക്കങ്ങളും ദോഷങ്ങളും വരാമെന്നുള്ളതാണ് മറ്റൊന്ന്. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യാം. അതുപോലെ തന്നെ മാനഹാനികളോ തർക്കങ്ങളോ വന്നുകൊണ്ട് ചില ദുരിതങ്ങളും വരാം. അതായത് നിയമക്കുരുക്കിൽ വരെ അകപ്പെടാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നതും അർഹതപ്പെടാത്ത ഒന്നും ആഗ്രഹിക്കാതെ കൊണ്ട് ചെയ്യുന്നതും ഒക്കെ വിജയത്തിലെത്തിപ്പെടാൻ കഴിയും. ഇവരും പ്രത്യേകിച്ചും നല്ലത് തന്നെ ആവട്ടെ, എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി പോലുള്ള ക്ഷേത്രങ്ങളിലെ വഴിപാട് കർമ്മങ്ങളും അതുപോലെ തന്നെ
വിഷ്ണു ക്ഷേത്രത്തിൽ, രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ശ്രീരാമസ്വാമി പോലുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കർമ്മങ്ങൾ കഴിയും വഴിപാടായി കഴിക്കുക, അതായത് ദുരിത ദോഷങ്ങൾ തീരാനായിട്ട്. പിന്നീട് വിജയം കൈവരിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിൽ വെണ്ണ, അതുപോലെ തന്നെ പഞ്ചസാര വഴിപാടുകളും നല്ല വഴിപാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് വഴിപാടും കഴിക്കുന്നതും ഇവരുടെ ഈ തത്സമയ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ്. വെണ്ണ, പഞ്ചസാര, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ രാമക്ഷേത്രത്തിൽ കഴിയും വഴിപാടായിട്ട് കഴിക്കുകയും ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായിക്കൊണ്ട്, ഇത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായിക്കൊണ്ട് കാര്യസാധ്യ പൂജ വഴിപാടുകൾ കൂടി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തുലാം രാശിക്കാരെ കുറിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് ചെറിയ ചില സങ്കടദോഷങ്ങളുണ്ട്. അത് കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ കുടുംബസമേതം കഴിയുന്നവർക്ക് അപകീർത്തികളോ അല്ലെങ്കിൽ മാനഹാനികളോ ഒക്കെ വരാതെ കണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വഴിപാട് കർമ്മങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇവിടെയും ജാതകങ്ങളും അതുപോലെ തന്നെ തത്സമയ ദോഷങ്ങളൊക്കെ ഗണിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുക. തീർച്ചയായിട്ടും ഇവർക്ക് പുതുവർഷം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ടം, അങ്ങനെയാണ് 2.25 ഭാഗം നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വിജയം തന്നെയാണ്, ദോഷങ്ങളില്ല. ഇവരുടെ 2ാം ഭാവം ധനുരാശിയാണ്, അതിൻ്റെ അധിപൻ വരുന്നത് ശുക്രനാണ്. അപ്പോൾ അതുകൊണ്ട് ചില ദോഷങ്ങളുണ്ടോ വെച്ചാൽ ഉണ്ട്. അതുപോലെ തന്നെ വ്യാഴം കൊണ്ട് ചെറിയ ദോഷങ്ങളുണ്ടോ വെച്ചാൽ ഉണ്ട്. എന്നാൽ ഇവർ സ്വന്തം വാക്കുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തി കൊണ്ടോ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടാനുള്ള ചില അവസരങ്ങളുണ്ട്. അത് ഇല്ലാതെ കണ്ട് കഴിക്കാനും പ്രവൃത്തി കൊണ്ട് സാധിക്കും. അതാണ് ഇവർ നല്ലതായിട്ട് തന്നെ വരണം. അപ്പോൾ നല്ല പ്രവൃത്തികളാണ് ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ഒരുപാട് വിശ്വസിച്ചുകൊണ്ട് ആരെയും ഒന്നും ഏൽപ്പിക്കരുത്. അതുപോലെ തന്നെ തർക്കത്തിൽ നിൽക്കുന്ന അവസരങ്ങളൊക്കെ ഉപേക്ഷിക്കാം. അതുപോലെ ചെയ്യുന്ന തൊഴിൽ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ധനമോഹങ്ങളെല്ലാം ചെയ്യുക, അതും ഇവർക്ക് നല്ലതായിട്ട് തന്നെ സംഭവിക്കാം. അപ്പോൾ ഈ തരത്തിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഒരു ചില ആളുകൾക്ക് ദേഹദോഷങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ വ്യാധികളൊക്കെ വരാമെന്നാണ് പറയുക. അപ്പോൾ ഈ ദേഹദോഷങ്ങളും വ്യാധികൾക്കൊക്കെ പരിഹാരങ്ങളായി കാണേണ്ടത് പ്രത്യേകിച്ച് വ്യാഴത്തിന് ഒരു പരിഹാരം കാണാം. അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് സമർപ്പിക്കുക. ഈ വാക്കുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളും പ്രവൃത്തി കൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കും. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടുസുഹൃത്തുക്കളായി നിൽക്കുന്നവരോട് എല്ലാ രഹസ്യങ്ങളും ഒരുപോലെ പറയാതിരിക്കുക, ഇതും ഇവർക്ക് നല്ലതായിട്ട് വരും. അതുപോലെ തന്നെ ജോലിക്കാരാണെങ്കിലും ഇവർക്ക് ചെറിയ ചില നേട്ടങ്ങളുണ്ട് എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ തത്സമയം ഒരു നേട്ടത്തിനായിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നിറവേറുമ്പോൾ വളരെ അമിതമായി സന്തോഷിച്ചുകൊണ്ട് അതും പറയരുത്. ഇങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് നന്നാവും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധിച്ച് പരിസരത്തു നിന്ന് ശത്രുദോഷങ്ങൾ വരുന്നതും, ജോലിക്കാരാണെങ്കിലും കൂടെ നിൽക്കുന്ന വരുന്നതും, തൊഴിൽ രംഗങ്ങളാണെങ്കിൽ ശത്രുദോഷം വരുന്നതും, വ്യാപാരങ്ങളാണെങ്കിൽ അതിലും ചില തർക്കദോഷങ്ങൾ വരുന്നതൊക്കെ ഉണ്ടാവും. ഇതിനെയൊക്കെ പരിഹരിക്കാനാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിഷ്ണു ക്ഷേത്ര വഴിപാട് കർമ്മങ്ങൾ. പിന്നീട് ഇവർക്ക് ഒരു ശത്രുദോഷങ്ങൾ ഉൾക്കൊള്ളുന്നതും അതുപോലെ അപകീർത്തികൾ വരുന്ന വാക്കുകൾ കേൾക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വരുന്നതിന് ഏറ്റവും നല്ലത് മുരുകൻ ക്ഷേത്രം തന്നെയാണ്. മുരുകൻ ക്ഷേത്രത്തിലെ പാലാഭിഷേകം, അതുപോലെ തന്നെ നെയ്വിളക്ക് മുരുകൻ സ്വാമിക്ക് സമർപ്പിക്കുകയും ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. നിശ്ചയമായും ഈ തൃക്കേട്ട, വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഈ 2.25 ഭാഗം നക്ഷത്രക്കാരും ഇവർക്ക് പുതുവർഷം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തത്സമയം ചെറിയ ദോഷങ്ങളുണ്ട്. പൊതുവേ എല്ലാവരും പറയുക ഇവർക്ക് ശനി 3-ലാണ്, മുടി ചൂടും, 4-ൽ രാഹുവാണ്, വളരെ പ്രശ്നങ്ങളില്ല, 6-ലെ വ്യാഴവും പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും 6-ൽ വ്യാഴം ശത്രുസ്ഥാനാണ്, 4-ൽ വ്യാഴം കുടുംബകലഹങ്ങളാണ്, 3-ൽ ശനി ഒരു പരിധിവരെ ദോഷങ്ങളാണ്. അപ്പോൾ ഗ്രഹങ്ങളെ അനുമാനിച്ചുകൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഇവരുടെ പ്രവൃത്തി നല്ലതാവട്ടെ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ
വാക്കുകൊണ്ട് ഒരുപാട് ശത്രുദോഷങ്ങൾ വരുത്തുന്നതും പ്രവൃത്തി കൊണ്ട് ഒരുപാട് ശത്രുദോഷങ്ങളെ വരുത്തുന്ന അവസരങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. ഇവരുടെ കേതു അതിന് ഖേദിക്കാനൊരു കാരണങ്ങളാണ് താനും. അപ്പോൾ കേതുവിനെ കൊണ്ട് ഖേദിക്കാതിരിക്കാനും ഭവനത്തിൽ ദോഷങ്ങളില്ലാതിരിക്കാനും അതുപോലെ തന്നെ വാക്കുകൾ മിതത്വം പാലിച്ചുകൊണ്ട് പറയുന്നതിനൊക്കെ ഇവർ ശ്രദ്ധാലുവാണെങ്കിൽ എല്ലാം നല്ലതായി സംഭവിക്കാം. എന്നിരുന്നാലും തൊഴിൽ രംഗങ്ങളുടെ പരസ്പര ശത്രുദോഷങ്ങൾ വരുന്നത് കൊണ്ട് ശത്രുവിൽ നിന്ന് വിജയം നേടാനും ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് സാധിക്കും എന്നാണ് മറ്റൊന്ന് പറയേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാർ അസാധ്യ കഴിവുള്ളവരാണോ വെച്ചാൽ തീർച്ചയായിട്ടും അസാധ്യ കഴിവും പ്രാപ്തിയും ഉണ്ട്. പക്ഷേ ദേഹദോഷങ്ങൾ ഏൽക്കാം എന്നാണ് കണ്ടത്. ദേഹദോഷത്തിനെ മറികടക്കാനും അതുപോലെ തന്നെ ശത്രുവിൽ നിന്ന് വിജയം കൈവരിക്കാനും ചെയ്യുന്ന തൊഴിൽ വരുന്ന ശത്രുദോഷങ്ങളെ മറികടക്കാനും ഒക്കെ ഉതകുന്ന വഴിപാട് കർമ്മങ്ങളാണ് വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച വ്രതങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെ സംഭവിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മനസ്സമാധാനത്തിനായിക്കൊണ്ട് ജലധാരയും അതുപോലെ തന്നെ കടാവിളക്കും കൂവളമാലയും ദേവനൊരു നിവേദ്യം കഴിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇവർക്ക് ആപത്തുകളിൽ നിന്ന് മോചനം കിട്ടിക്കൊണ്ടും പ്രാകൃദോഷങ്ങൾ അല്ലെങ്കിൽ കർമ്മബന്ധനം കൊണ്ട് മാറ്റങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. പൊതുവേ ഈ ധനുരാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർ ശ്രദ്ധാലുക്കളായി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങളിൽ അറിയുന്ന പോലെ ചെയ്യുന്ന പ്രവൃത്തികളും ചില ദുരിതങ്ങൾ വരുത്തും. അതുകൊണ്ട് തന്നെ കൂട്ടുസുഹൃത്തുക്കൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരൊക്കെ ചില ദോഷങ്ങൾ വരുത്താം. കൂട്ടായ ബിസിനസ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ ചില നഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാവാമെന്നാണ് പറയുക. അപ്പോൾ ഇതിന്നൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വിഷ്ണു ശിവ ക്ഷേത്രങ്ങളെ വഴിപാട് കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന പുതുവർഷവും നിങ്ങൾക്ക് നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മകരം രാശിയിലെ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരം രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ദോഷങ്ങളുണ്ട്. അത് ഈ മകരം രാശിക്കാരെ കുറിച്ചുകൊണ്ട് ഈ രാവിലെ ഉണ്ടായതല്ല വൈകിട്ടുണ്ടാവുക പറയുക. അപ്പോൾ മനസ്സമാധാനം കുറയുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ, അതുപോലെ തന്നെ തർക്കദോഷങ്ങൾ, തടസ്സദോഷങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിനനുസരിച്ചുകൊണ്ട് പേരും പെരുമയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കാരകത്വം ശനിക്ക് തന്നെയാണ് ഒന്ന്, മറ്റൊന്ന് ദൃഷ്ടിയിൽ വരുന്ന സൂര്യനാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും പരസ്പര ശത്രുതാണ്. എന്നാൽ ഈ മകരം രാശി ശനിയുടെ ഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് മാറി വരുന്ന അവസരങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്നത്. അപ്പോൾ ശനിയും സൂര്യനും പരസ്പരം ശത്രു. ഇങ്ങനെ വരുമ്പോൾ മകരം രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഇപ്പോൾ സംഭവിച്ചതല്ല കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രായമായ ആളുകളാണെങ്കിൽ വളരെ വായു ദോഷങ്ങൾ, ദേഹദോഷങ്ങൾ അതുപോലെ തന്നെ ഒക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയും. ശനിയെ കൊണ്ട് കാണുമ്പോൾ അസ്ഥിദോഷങ്ങളും സംഭവിക്കാം. അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ഇവരും ശനി ദോഷപരിഹാര പൂജ എന്നുള്ള പൂജകളൊക്കെ നടത്തുമ്പോൾ അത് ഒരു പരിധി വരെ ഇവർക്ക് നല്ലതായി ഭവിക്കും. ഇങ്ങനെ വരുമ്പോഴും മകര രാശിക്കാരെ കുറിച്ചുകൊണ്ട് ഒരു നല്ല വാർത്തകളും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രായാധിക്യം കൂടി കണക്കിലെടുത്ത് നടപ്പ് ദിശകാലങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ജോലിക്കാരാണെങ്കിൽ ഇതിൻ്റെ പ്രായാധിക്യങ്ങളും നടപ്പ് ദിശകാലങ്ങളൊക്കെ മുൻനിർത്തി പോകുമ്പോൾ അതിൽ നിന്ന് തന്നെ ചില നേട്ടങ്ങളും അതുകൊണ്ട് തന്നെ ചില ദുരിതങ്ങളും വരാമെന്നാണ് പറയും. അതുകൊണ്ട് അറിയാത്ത ധനത്തിനൊന്നും ആഗ്രഹിക്കരുത്. അതുകൊണ്ട് മാനഹാനിയോ തർക്കങ്ങളോ ദോഷങ്ങളോ വരാം. എന്നാൽ അർഹതപ്പെട്ട ധനം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാമെന്ന് പറയും. ഈശ്വരാധീന്യം കൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഇതിനെ സമാധാനപ്പെടുകയാണെങ്കിൽ നല്ലതാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴും ഇവരെ സംബന്ധിച്ച് ദേഹവ്യാധികളും സങ്കടങ്ങളും വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഈ വഴിപാട് വളരെ നല്ലതായിട്ട് തന്നെ കാത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ മക്കളെക്കുറിച്ച് വരുന്ന വ്യാധികളൊക്കെ ഉണ്ടായിരുന്ന മാറി ഒരു പുതിയ ആശയം കെട്ടിപ്പടുത്തുകൊണ്ട് മക്കളിൽ നിന്ന് നേട്ടങ്ങളും സമൃദ്ധിയും ഉണ്ടാകുന്ന അവസരങ്ങളും കൃഷി കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളൊക്കെ ചില ഗുണങ്ങളായി കാണാം. അങ്ങനെയും ചില വഴികളുണ്ട്. എന്നാൽ തൊഴിൽ രംഗങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടായി ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ചില നഷ്ടങ്ങൾ സംഭവിക്കാം. എന്തായാലും പൊതുവേ സമ്മിശ്രമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും ഈ ശനി ദോഷപരിഹാര പൂജ അത് 7.5 ശനി കൂടിയാണ് വരിക. അതായത് കുംഭത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, വക്രത്തിലുമാണ്. അപ്പോൾ ശൗര്യം കൂടുന്ന പറയാം. അപ്പോൾ ശനിദോഷ പരിഹാര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ ഒരു പരിധി വരെ ഈ നാളുകാരെ സംബന്ധിച്ച് നല്ലതായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
കുംഭൻ രാശി. കുംഭൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് എല്ലാം നല്ലതിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടെന്നാൽ ശനി ജന്മത്തിലാണ്, ദൃഷ്ടിയിൽ വരുന്നത് ചില ഖേദങ്ങളുമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ നടപ്പിൽ 4-ലെ വ്യാഴം വളരെ നല്ലതല്ല, ജന്മശനി വളരെ നല്ലതല്ല, മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ചുകൊണ്ട് ദോഷങ്ങളില്ല താനും. അപ്പോൾ ഈ പ്രധാന ഗ്രഹങ്ങൾ 2 ഇപ്പോൾ ദോഷസ്ഥാനത്താണ്. എന്നാൽ അർദ്ധഭാഗങ്ങൾക്ക് ശേഷം ഇതിനൊക്കെ മാറ്റങ്ങളുണ്ട് താനും. വ്യാഴത്തിൻ്റെ മാറ്റങ്ങളുണ്ട്, ശനിക്കും വക്രത്തു നിന്നൊരു മാറ്റങ്ങളുണ്ട്. എന്നിരുന്നാലും വ്യാഴമാറ്റം ഇവർക്ക് ഗുണങ്ങൾ ചെയ്യും. അതായത് മെയ് മാസത്തിൽ മാറ്റങ്ങൾ വരും 2025. അതുവരയ്ക്കും ചില പ്രയാസങ്ങളുണ്ട്, എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളായിരിക്കും. അതുപോലെ തന്നെ പുതിയ വീട് പണി അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂട്ടായി ചെയ്യുന്ന തൊഴിൽ, അതുപോലെ ഇതെല്ലാം ഒരു തർക്കത്തിലാണ് വരിക. ഇതിൽ ചതയ നക്ഷത്രക്കാരെയൊക്കെ എടുത്തുകൊണ്ട് പറയുമ്പോൾ അവരുടെ ദശാകാലങ്ങൾ കൂടി ചിന്തിക്കണം. അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ ഒക്കെ അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് പോകുക എന്ന് പറയാം. ദശാകാലങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചില സങ്കടങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ കൃഷി രംഗങ്ങളാണെങ്കിൽ ചില നേട്ടങ്ങളായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ ചെയ്യുന്നതാണെങ്കിൽ എല്ലാറ്റിലും പരിപൂർണ വിജയങ്ങൾ കിട്ടി എന്ന് വരികയില്ല. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വഞ്ചനകൾ സംഭവിക്കാവുന്ന ചില സ്ഥിതികളുമുണ്ട്. അതുപോലെ തന്നെ നിറവേറ്റാവുന്ന കാര്യങ്ങൾ അശ്രദ്ധ മൂലം നിറവേറ്റാൻ കഴിയാത്ത ചില അവസരങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് വിശ്വസിച്ചവരിൽ നിന്നും ഒരുപാട് വഞ്ചിക്കുന്ന അവസരങ്ങൾ വരാം. ധനത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അപ്പോൾ ഈ തരത്തിലാണ് ഇത് കാണേണ്ടത്. അപ്പോൾ ഇതിന് എന്ത് എന്നാണ് പ്രധാന ഗ്രഹങ്ങൾ ഇപ്പോൾ 2 അതുപോലെ തന്നെ രാഹു കേതുക്കൾ. അപ്പോൾ രാഹുവിൻ്റെ നിൽപ്പ് അത് മീനൻ രാശിയിലാണ്. അത് സമാധാനം തരാത്ത അവസരങ്ങളും അതുപോലെ തന്നെ ചില നീർദോഷങ്ങളും അതുപോലെ തന്നെ പൊള്ളുന്ന പോലെ അഗ്നി കൊണ്ട് ദോഷങ്ങളൊക്കെ സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് കണ്ടത്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ചെയ്യേണ്ടത് നവഗ്രഹ പൂജയാണ് ചെയ്യേണ്ടത്. നവഗ്രഹ പൂജ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അതായത് 9 ഗ്രഹങ്ങൾക്കും അതിൽ രാഹുവും വ്യാഴവും ശനിയും കേതുവും ഒക്കെ ഉൾക്കൊണ്ടതാണ് നവഗ്രഹ പൂജ. ഇത് ഒരിക്കലെങ്കിലും നവഗ്രഹ ക്ഷേത്രം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ആപത്തുകളിൽ നിന്ന് ഗ്രഹദോഷങ്ങളിൽ നിന്ന് മോചനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് ഇവരുടെ ജാതകം പരിശോധിച്ചുകൊണ്ട് നടപ്പ് ദശാകാലങ്ങളും അതിൽ വരുന്ന അപകാര ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ചില പൂജാകർമ്മങ്ങളും അതുപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിലെ ദേഹ ശത്രുമുട്ടുകൾ കൂടി തീർക്കുകയാണെങ്കിൽ നിശ്ചയമായി ഇവർക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കേണ്ടത് എന്നാണ് കാണുന്നത്. അപ്പോൾ 2000 അതായത് മലയാള മാസത്തിലെ വരുന്ന കാലങ്ങളിൽ നല്ലതായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്തായിട്ട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ പൂരോരട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഇങ്ങനെയാണ് 2 ഭാഗമുള്ളത്. ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ഇപ്പോൾ ശനിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. ഇവർക്കും 7 ശനിയാണ്. അത് ഇവർ ശനി പിന്നിലാണ്, വക്രത്തിൽ പിന്നിലാണ്. എന്നിരുന്നാലും ശനിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ നേട്ടങ്ങളും അതുപോലെ തന്നെ വ്യാഴത്തിനെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അപ്പോൾ അതും ചില ഗുണങ്ങളാണ് വരും. ഇങ്ങനെ വരുമ്പോൾ ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടെങ്കിലും ബുദ്ധിക്ക് അല്ലെങ്കിൽ ശിരസിന് ചില ദോഷങ്ങളും അല്ലെങ്കിൽ ചില മനസമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. ഇതിന് തീർച്ചയായിട്ടും ഇവർ അതായത് ധാര വഴിപാട് കഴിക്കാം മനസമാധാനത്തിനും ദേഹദോഷങ്ങൾക്കൊക്കെ. ഇത് ധാര വഴിപാട് എന്ന് ഉൾക്കൊള്ളുന്നത് അത് ഇളനീർ ധാരയാണെങ്കിൽ വളരെ ഉചിതമാണ്. ഇളനീർ ധാര, അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവർ ശനിയാഴ്ച വ്രതങ്ങൾ കൂടി എടുക്കുക. എല്ലാ ശനിയാഴ്ചയും വ്രതങ്ങളും എടുത്തുകൊണ്ട് ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാരയും അതുപോലെ തന്നെ ദേവനൊരു നിവേദ്യവും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാടും അതുപോലെ തന്നെ ശാസ്താവിന് നെയ്വിളക്കും അടയും വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും ഈ 2 ക്ഷേത്ര വഴിപാട് ഇവരെ സംബന്ധിച്ച് വളരെ നല്ല പ്രയോജനം ചെയ്യും. പിന്നെ ഇവരുടെ 2ാം ഭാവം ചൊവ്വയാണ്. അപ്പോൾ അത് ഈ ചൊവ്വ എന്ന് പറയുന്നത് മേടൻ രാശിയുടെ അധിപനാണല്ലോ. അപ്പോൾ ഇവരെ 2ാം ഭാവത്തിൽ വരുന്ന ചൊവ്വ ഇത് ചെറിയ ചില സങ്കടദോഷങ്ങളൊക്കെ വരുത്താതിരിക്കാനായിക്കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ക്ഷേത്ര ദർശനവും കഴിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ വഴിപാടുകൾ ഇപ്പോൾ 3 ആയിട്ടുണ്ട്. അതായത് ശാസ്താവിന്, ശിവന്, ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലും കൂടി ചെയ്യുമ്പോൾ 3 വഴിപാടാണ്. അപ്പോൾ ഈ 3 വഴിപാടുകൾ കഴിക്കുമ്പോൾ
പരിസരത്തു നിന്ന് വരുന്ന ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വരുന്ന വഞ്ചനദോഷങ്ങൾ ഒക്കെ മാറിക്കൊണ്ട് സമാധാനപൂർവ്വം ജോലിക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിലും എല്ലാം നല്ല അഭിമാന പുരസരം മുന്നോട്ട് പോകാൻ കഴിയുന്നതും നല്ലതായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ ഇവരുടെ തത്സമയം നടപ്പ് ദശാകാലങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന ദോഷങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനും ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ലതായി സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും, അറിയാതെ വരുന്ന ചില ധന നേട്ടങ്ങളുണ്ടാവും, അതുകൊണ്ട് ചില കുടുംബ സമാധാനങ്ങളും സ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും മറ്റൊരു ഭവന നിർമ്മാണങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യസാധ്യത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശുഭ മുഹൂർത്തം നോക്കിക്കൊണ്ടും ശുഭസമയം നോക്കിക്കൊണ്ടും മുന്നോട്ട് പോയില്ലെങ്കിൽ അതുകൊണ്ട് ചില ധനനഷ്ടങ്ങൾ കൂടി സംഭവിക്കാം എന്നാണ് എടുത്തു പറയേണ്ടത്. മീനൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുന്നത് മറ്റൊന്നുകൂടിയുണ്ട്. അറിയാത്ത ആപത്തുകളിൽ ചെന്ന് ചാടുന്നതോ ആഗ്രഹിച്ചുകൊണ്ടൊരു കാര്യങ്ങൾ സാധിച്ച ശേഷം പിന്നീട് വിരോധത്തിലാവുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിശ്ചയമായി ഇവർ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയിക്കൊണ്ട് കഴിയും വിധത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്ന് തോന്നൽ കണ്ട് സമയദോഷത്തിന് കൃത്യമായി ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിവാഹ കാര്യത്തിലാണെങ്കിലും അത് ശുഭലക്ഷണമായി തന്നെ കാണുന്നത്. ഗ്രഹകാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോകുന്ന ജോലിക്കാരാണെങ്കിൽ ആ സ്ഥലത്ത് സ്നേഹത്തോടെ നിന്നുകൊണ്ട് വഞ്ചിക്കപ്പെടുന്ന അവസരങ്ങളൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും വിജയം കണ്ടെത്തി നല്ലതായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ പുതുവർഷ ഫലങ്ങൾ, അതായത് ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ വരുന്ന ഈ നല്ല സമയങ്ങൾ 27 നക്ഷത്രക്കാർക്ക് 12 കൂറുകളിലായിട്ട് കഴിയും വിധത്തിൽ പറഞ്ഞതിൽ ചന്ദ്രരാശി പ്രകാരം ചില മാറ്റങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് പോവാം. എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല, എങ്കിലും കഴിയും വിധത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വരുന്ന എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.